പലർക്കും അറിയാത്തൊരു കാര്യമാണ് സ്ത്രീകളെ എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് ആ ഒരു ഫീലിലേക്ക് എത്തിക്കുക, അവർക്ക് ലൈംഗികമായിട്ടുള്ളൊരു ഫീല് അല്ലെങ്കിൽ ആ രതിമൂർച്ചയിലേക്ക് എങ്ങനെ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റുമെന്ന് പല ആൾക്കാർക്കും അറിയില്ല. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹോർമോണും പുരുഷന്മാരുടെ ഹോർമോണും തമ്മിൽ രണ്ടും വളരെയധികം വ്യത്യാസം ഉള്ളൊരു കാര്യമാണ്. പുരുഷന്മാർക്കുള്ള ഹോർമോൺ എന്ന് പറയുന്നത് അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു കുറച്ചൊരു സമയം കൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഒരു ഫീലിലേക്ക് എത്താൻ കഴിയും. പക്ഷേ സ്ത്രീകൾക്ക് അങ്ങനെയല്ല, അവർക്ക് കുറച്ചധികം സമയം എടുക്കേണ്ടി വരും. മിനിമം ഒരു 17 മിനിറ്റെങ്കിലും എടുത്താൽ മാത്രമേ സ്ത്രീകൾക്ക് ആ ഒരു ഓർഗാസം അല്ലെങ്കിൽ അത് വരാൻ സമയമാകുകയുള്ളൂ. അത് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് അത് വേഗം തന്നെ ആകുന്നതാണ്. പക്ഷേ സ്ത്രീകൾക്ക് വളരെ പതുക്കെ ആവുന്നൊരു കാര്യമാണത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് കുറച്ചധികം സമയം എടുക്കുന്നത് കൊണ്ട് പല സ്ത്രീകളും ആ ഒരു ഇതിൽ സാറ്റിസ്ഫൈഡ് അല്ല, ആ ഒരു ഫീൽ കിട്ടുന്നതിൽ സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് സ്ത്രീകളെ ആ ഒരു ഫീലിലോട്ട് എത്തിക്കാൻ പുരുഷന്മാർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ കൂടെ കിടക്കുന്ന നമ്മുടെ പങ്കാളിയെ എത്രത്തോളം നമുക്ക് ആ ഒരു ഫീലിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ്. അതിലാദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങളൊരു ഇതിലേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും വേഗം തന്നെ ഇൻസേർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കരുത്. അത് സ്ലോലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഫസ്റ്റ് തന്നെ ഇൻസേർട്ടിൻ്റെ ഒരു ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിൽ സ്ത്രീക്ക് ഒരു ഫീലും ഉണ്ടാകില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. സ്ത്രീകൾക്കെന്ന് പറയുന്നത് ഒരു മിനിമം 13 മിനിറ്റെങ്കിലും ഇത് ചെയ്താൽ, പല പൊസിഷൻസും പല കാര്യങ്ങളും ചെയ്താൽ മാത്രമേ സ്ത്രീകൾക്ക് ആ ഒരു ഓർഗാസം എന്നുള്ള ഒരു സംഭവം വരുള്ളൂ. അത് നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇൻസേർട്ട് എന്ന് പറഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും സ്ത്രീകൾക്ക് അതുണ്ടായില്ല. പല 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 ടൈപ്പിലുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഒരു ഓർഗാസം എന്ന് പറയുന്ന സാധനം സ്ത്രീകൾക്ക് വരുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു വൃത്തി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു റൂമാണെങ്കിൽ ആ റൂം കുറച്ചൊക്കെ വൃത്തിയാക്കി വെക്കുക. ഒന്ന് അലങ്കോലപ്പെടുത്തി ഇടാതെ കുറച്ചൊക്കെ ഒരു വൃത്തി, നല്ലൊരു എന്താ പറയുക, കുറച്ച് ഡ്രസ്സൊക്കെ അവിടെ ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ആ ഒരു ഇതിലേക്ക് വരിക. എന്നാൽ മാത്രമേ സ്ത്രീകൾക്ക് അതിലൊരു മൂഡിൽ ഒരു കംപ്ലീറ്റ് മൂഡായിട്ട് ഫുൾ മൂഡായിട്ട് വരാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും ഒരു അഴുക്ക് പിടിച്ച ഒരു സ്ഥലത്ത് നിന്നോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കുറച്ച് വൃത്തിയുള്ള ഒരു റൂമിലോ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ചെയ്യാനായിട്ട് കൂടുതലായിട്ട് ശ്രമിക്കുക. പിന്നെ ഇതിൽ മൂന്നാമതായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഐ കോണ്ടാക്റ്റ് ആണ്. നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യത്തിലായിട്ട് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും പറയാനല്ല, നിങ്ങൾക്കാരുള്ള സ്നേഹം നിങ്ങൾ പുറത്ത് കാണിക്കുക. എന്ന് വെച്ചാൽ ഒരു വാക്കുകളായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഒരു ഐ കോണ്ടാക്റ്റിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു കോണ്ടാക്റ്റിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് അവരോട് നല്ല സ്നേഹമുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ജെസ്റ്ററൊക്കെ നിങ്ങൾ കാണിക്കാൻ നോക്കുക. അതിലൂടെ കുറച്ചൊക്കെ അവർക്കൊരു അങ്ങനത്തെ ഒരു ഫീൽ വരാൻ സഹായിക്കുന്ന ഒരു കാര്യമാണിത്. പിന്നെ അടുത്തൊരു കാര്യമാണ് ഫോർ പ്ലേ ആണ് ഇതിൽ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു കാര്യം. എന്താണെന്ന് വെച്ചാൽ ചില സ്ത്രീകൾക്ക് ഫോർ പ്ലേയിലൂടെ ആയിരിക്കും ഓർഗാസം ലഭിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ചില ആൾക്കാർക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോഴല്ലായിരിക്കും ഓർഗാസം ലഭിക്കുന്നത്, ഫോർ പ്ലേയിലൂടെ ആയിരിക്കും. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. ഫോർ പ്ലേ ആണ് ഇതിൽ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ, അവരുടെ ബോഡി പാർട്ടിൽ അവർക്ക് കൂടുതൽ ഓർഗാസം ലഭിക്കുന്ന വേറെ സ്ഥലങ്ങളുണ്ടാവും. അവരുടെ മുലകളുടെ ഇടയിലൂടെ മുലയിൽ തൊടുന്നതും അവരുടെ യോനി ഭാഗത്ത് തൊടുന്നതൊക്കെ അവർക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക. കൂടുതലായിട്ടും അവരെ എങ്ങനെ സുഖിപ്പിക്കാൻ പറ്റും അത്രത്തോളം നിങ്ങൾ സുഖിപ്പിക്കാൻ നോക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചില ആൾക്കാർ മുലയിൽ തൊടും, യോനിയിൽ തൊടും, പിന്നെ ഇൻസേർട്ട് ചെയ്യും. അതുമാത്രമല്ല, നമ്മൾ അവരുടെ തല തൊട്ട് കാല് വരെ എല്ലായിടത്തും അവരെ സ്പർശിച്ചിരിക്കണം. അവരെ മൊത്തത്തിൽ നമ്മൾ എവിടെയൊക്കെ അവരെ തൊടാൻ പറ്റും അവിടെയൊക്കെ നിങ്ങളുടെ കൈ കൊണ്ട് അവരെ തൊട്ടിരിക്കണം. അപ്പോഴാണ് അവർക്കൊരു കൂടുതലായിട്ടൊരു ഫീൽ കിട്ടുള്ളൂ. ജസ്റ്റ് സാധാരണ പോലെ ഇൻസേർട്ട് എന്നൊരു ഓപ്ഷൻ മാത്രം നിങ്ങൾ തിരഞ്ഞെടുത്താൽ ഒരിക്കലും സ്ത്രീകൾക്ക് അവരുടെ ഒരു തൃപ്തി ഉണ്ടായില്ല. നിങ്ങളിലൊരു തൃപ്തി അവർക്ക് തോന്നില്ല. അത് അവർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. കാരണം നിങ്ങളെ മടുക്കാൻ, നിങ്ങളെ ഇഷ്ടമല്ലാതാകാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾ രണ്ടുപേരും അതിനായിട്ട് നിൽക്കുന്ന ആ സമയത്ത് നിങ്ങളിത് ചെയ്ത് നോക്കി. എന്തായാലും നിങ്ങൾക്ക് സ്ത്രീകളെ നല്ലതുപോലെ സുഖിപ്പിക്കാനും കഴിയും. അതുപോലെ തന്നെ നിങ്ങൾ അവരെ സുഖിപ്പിക്കുന്നത് വഴി അവർക്ക് നിങ്ങളോട് തിരിച്ചും നിങ്ങളെ നല്ലപോലെ